അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെ വൈകുന്നേരം 7:30 ഗുവാഹത്തിയിൽ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ചെന്നൈയിൻ എഫ് സിയും തമ്മിലുള്ള മത്സരത്തോട് കൂടിയിട്ടാണ് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് ടീമുകളും വിജയം നേടാതെ അവസാന മത്സരങ്ങളിൽ രണ്ട് ടീമുകളും സമനിലയാണ് നേടിയത്. 3-3 എന്ന സ്കോർ ലൈനിൽ എസ് സി ഗോവയുമായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സമനില വഴങ്ങിയപ്പം 10 പേരായി ചുരുങ്ങിയ ഹൈദരാബാദ് എഫ് സിയോട് 0-0 സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ ഒരു ഹെഡ് ടു ഹെഡ് ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നൈയിൻ എഫ് സിക്ക് വ്യക്തമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കാണാൻ കഴിയും. കാരണം ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ ഒരു കോമഡി പീസായിട്ട് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ വലിയൊരു ഭൂതകാല പാരമ്പര്യം ഈ ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ 2 തവണ ചാമ്പ്യന്മാരായ ചെന്നൈയിൻ എഫ് സിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് ഓവൻ കോഹ്ലി. ഇപ്പോഴും അയാൾ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളത് ചെന്നൈയിൻ എഫ് സിക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. ഈ ഒരു സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ ഒരു ഘടകം എടുത്ത് പറയാനാണെങ്കിൽ ഒരു മത്സരത്തിൽ കുറഞ്ഞത് 19 ഷോട്ടുകളെങ്കിലും ചെന്നൈയിൻ എഫ് സിയുടെ താരങ്ങൾ ഉതിർക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പം നിലവിൽ ചെന്നൈയിൻ എഫ് സി അത്ര മികച്ച ഫോമിലല്ല എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് എങ്കിൽ പോലും സ്റ്റാറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഒരു മത്സരത്തിൽ ഉതിർക്കുന്നത് ചെന്നൈയിൻ എഫ് സി ആണ്. പക്ഷെ ആ ഉതിർക്കുന്ന ഷോട്ടുകൾക്കൊന്നും ലക്ഷ്യബോധമില്ല എന്നുള്ളത് അവരെ സങ്കടപ്പെടുത്തുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സൈഡിലേക്ക് വരുമ്പം അവർ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അവരൊരു ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരുടെ ഒരു കിരീടം എടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ പരിശീലകനായിട്ടുള്ള ഇവാൻ പെട്രോ ബെനലിയിൽ മാനേജ്മെന്റ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ബംഗളൂരു എഫ് സിയെ വളരെ വിജയങ്ങളിലേക്ക് പിടിച്ചു നടത്തിയ മന്ദർ താമിനെ അവരുടെ സിഇഒ ആയിട്ട് വന്നതോടുകൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കാര്യമായിട്ടുള്ള പുരോഗതി അവരുടെ പ്രകടനത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തവണ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ഉണ്ട്. അവർ അത്ര മോശം ഫോമിലൊന്നുമല്ല, വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു സീസണിൽ ഇതുവരെയും കളിച്ചിരിക്കുന്നത്. ചെന്നൈയിൻ എഫ് സിയും അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഒരു നേരിയ എഡ്ജ് കറന്റ് ഫോമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കൊടുക്കേണ്ടി വരും. പക്ഷേ അത് ഫുട്ബോളാണ്, കാര്യങ്ങൾ പ്രവചിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇവാൻ പെട്രോ ബെനലി അണിയിച്ചൊരുക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ മൊറോക്കൻ താരമായിട്ടുള്ള രാജയോടെ അലാദീന്റെ മികവിൽ വളരെ മികച്ച ഫോമിലാണ്. അപ്പം ചെന്നൈയിൻ എഫ് സിയെ ഓവൻ കോഹ്ലി അണിയിച്ചെടുക്കുമ്പോൾ അവരും വളരെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ISL റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ റീസ്റ്റാർട്ട് ഒരു ബിഗ് ബാങ്കർ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.